എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ മുന്തിരി, കശുവണ്ടിപ്പരിപ്പും ഈ ഉള്ളിയും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ പാത്രത്തിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ഈ കൂടെ തന്നെ ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒനിയൻ വറുത്തെടുക്കാം. ഇനി കശുവണ്ടി ഇട്ട് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി, തേങ്ങയും കൂടി വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും കൂടി മൂത്തിട്ടുണ്ട്. അതും കോരിയെടുക്കാം. തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചത് ഞാനൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചു വെക്കുകയാണ്. ഇത് ചൂടാറുന്നതിന് ഉപ്പാട് പൊടിച്ചില്ലേ പിന്നെ പൊടിക്കാൻ പറ്റില്ല. ഇത് 3/4 കിലോ മട്ടൻ ഉണ്ട്. ഈ മട്ടൻ ഞാനിപ്പോൾ റെഡിയാക്കാൻ പോവുകയാണ്. ഈ മട്ടൻ ഞാൻ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി എടുത്ത് വെള്ളം തോർത്തിയെടുത്തതാണ്. പാത്രത്തിൽ നമ്മൾ ഉള്ളി വറുത്ത എണ്ണയുടെ ബാലൻസ് വെച്ചത് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 3 കറുവപ്പട്ട ഇട്ട് കൊടുത്ത്, 1 ഇഞ്ച് നീളം ഉള്ള ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്ത്, ഒരു തക്കോലം ഇട്ട് കൊടുത്ത്, ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത് അതൊന്ന് എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ല മുഴുത്ത 3 സവാളയാണ് എടുത്തത്. അതിൽ നിന്ന് വറുത്തതും ഇതിനകത്തേക്ക് ഇട്ടതും എല്ലാം കൂടി 3 സവാളയാണ് ആകെ എടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച്, ഇത് 3ഉം കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു തക്കാളി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. പുളി ഇല്ലാത്തത് വേണം. നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടാം. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ഇത് മട്ടൻ ആയതുകൊണ്ട് മട്ടന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഈ ഇതിൽ തന്നെ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക. ആദ്യം ഒന്ന് തീ ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കണം. ഇതൊരു ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇതിനകത്തേക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിന ഇലയും ഇട്ട് കൊടുക്കാം. ഇറച്ചി വേകുമ്പോഴത്തേക്ക് നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചരുവത്തിലേക്ക് കുറച്ച് വെള്ളം അടപ്പിട്ട് വയ്ക്കുന്നു. അതിലേക്ക് നമുക്ക് 4 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, 2 ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു തക്കോലം ഇട്ട് കൊടുക്കാം, ഒരു 3 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് നമുക്കിതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ നെയ്യും നാരങ്ങ നീരും ചേർത്തേക്കണോണ്ട്
ചോറ് കട്ട പിടിക്കാതെ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ ഇറച്ചി വേവായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി, കറിവേപ്പിലയും തേങ്ങയും കൂടി കൈകൊണ്ട് തിരുമ്മി വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ലേശം വേവ് കുറച്ചാണ് ഞാൻ വാങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് അതിനകത്തിരുന്ന് വെന്തോളും. അപ്പോൾ ഇത് കോരട്ടെ. നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് വെച്ച തേങ്ങാപ്പീരയും കറിവേപ്പിലയും ഉള്ളിയും കൂടി പൊടിച്ചതും കൂടി ഞാൻ ഇതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് ചോറ് ഇതിൻ്റെ മീതെ ഇട്ട് നിരത്തി കൊടുക്കാം. തീ കിടത്തിയിട്ടേക്കുവാണ് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഉള്ളി വറുത്തതും കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി ചോറ് നമുക്ക് ഊരിയിടാം. ലേശം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. ഇത്തിരി നെയ്യും കൂടി മീതെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ലേശം ലെമൺ മിൻറ്റിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് ടൈറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ടൈറ്റാക്കി ഇനി ഈ പാത്രവും കൂടി ഇതിൻ്റെ പുറത്ത് വെച്ച് മൂടിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്യാം. തീരെ തീ കുറച്ച് വേണം ഈ 20 മിനിറ്റ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തീയൊക്കെ കിടത്തിയിട്ട് നമ്മുടെ ബിരിയാണി എന്തായെന്ന് നോക്കാം. നമ്മുടെ ഇറച്ചിയും ചോറും കൂടി നമുക്ക് ഇളക്കി എടുക്കാം. അപ്പോൾ എൻ്റെ മട്ടൻ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.